യൂത്ത് കോൺഗ്രസുകാരുടെ ഒരു അവസ്ഥ നോക്കണേ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വീണ ജോർജിന്റെ വീട്ടിലേക്കൊക്കെ റീത്തുമായി പോയവർ കാലം മാറി എരണമുള്ള ഒരു ആരോഗ്യമന്ത്രി വന്നപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ പയ്യന്നൂരിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ 1.5 വയസ്സുകാരന് അനസ്തേഷ്യ കൊടുത്തതിൽ ഗുരുതര വീഴ്ച. ആ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ ചികിത്സാ പിഴവുണ്ടായി. ഇന്നലകളിൽ ചെറിയ വിഷയത്തെ പർവ്വതീകരിച്ച് പ്രതിഷേധം നടത്തിയവർ സ്വന്തം സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നോക്കിയേ, പ്രതിഷേധവുമായി ഉളുപ്പില്ലാതെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഒരു റീത്തും വാങ്ങി നേരെ കെ മുരളീധരൻ എന്ന ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് എന്തേ മാർച്ച് ചെയ്യുന്നില്ല? ഹർഷിനെ എന്ന മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ഇര എന്ന പേരിൽ കൊണ്ടു നടന്നൊരു സ്ത്രീ ഉണ്ടല്ലോ, മറന്നോ? കോഴിക്കോട് ജോലി കൊടുത്ത ആ സ്ത്രീക്ക് മാത്രം ജോലി മതിയോ? ഇന്നലെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ നെഞ്ചുവേദനയുമായിട്ട് ചികിത്സയ്ക്ക് വന്ന വ്യക്തിയെ ക്യൂവിൽ നിർത്തി കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യമുണ്ടായി. നേരെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വരുമ്പോൾ 1.5 വയസ്സുകാരന്, അതും 8 വർഷം കാത്തിരുന്ന് ഒരു കുടുംബത്തിന് കിട്ടിയ കുട്ടിയാണ് നഷ്ടപ്പെട്ടതും ചികിത്സാ പിഴവും. നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ കാട്ടിയതിന്റെ 4 അംശം ഉശിര് കാണിക്കൂ. ഇവർക്കെല്ലാം ജോലി വാങ്ങിക്കൊടുക്കാനുള്ള ഇടപെടൽ നടത്തും. പാവപ്പെട്ട മനുഷ്യർ കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ പകർച്ചവ്യാധി വന്ന് മരിച്ചത് 100-ലേറെ പേർ. അല്ലാതെ തന്നെ എത്ര മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ഇരകൾ ഈ കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇങ്ങനെ ദൈനംദിനവും സംഭവങ്ങൾ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നല്ലോ. അപ്പോ സിസ്റ്റം മൊത്തം ഫെയിലിയർ ആക്കിക്കൊണ്ട്, ചെറിയ പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വലിയ പ്രശ്നമാണെന്ന് പർവ്വതീകരിക്കാൻ ശ്രമിച്ചവർ അധികാരത്തിലേറിയതിനു ശേഷവും എരണം കൂടിയ ഒരു ആരോഗ്യമന്ത്രിയെ കൊണ്ടുവന്നിരുത്തിയ ശേഷം ഇങ്ങനെ പ്രതിഷേധിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നാട്ടുകാർ നിങ്ങളോട് എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത്? ഇല്ലാതാക്കും അധികാരികളെ